എൻ്റെ പേര് ജിൻസ്മോൻ ജോർജ്. ഞാൻ വരുന്നത് പൊതി കലയത്തുകുന്ന് ഇടവകയിൽ നിന്നാണ്. ഞാൻ ഉടമ്പടി എടുത്തത് ഫെബ്രുവരി 22-ാം തീയതിയാണ്. ഞാൻ വിദേശത്തായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ഞാൻ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് കഴിഞ്ഞതാണ്. പക്ഷേ എനിക്ക് ജോലി ലഭിക്കാത്തതുകൊണ്ട് ഞാൻ തിരികെ പോരേണ്ടി വന്നു. ഞാൻ ജനുവരിയിലാണ് തിരിച്ചു വന്നത്. ഫെബ്രുവരി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. 22-ാം തീയതി ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടിയുടെ ആദ്യത്തെ 2 മാസം ഞാൻ വളരെ തീക്ഷ്ണതയോടും ഭക്തിയോടും എല്ലാ കാര്യങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് അത് കഴിഞ്ഞ് 1 മാസത്തേക്ക് ഞാൻ ഉഴപ്പി. ഞാൻ പള്ളിയിൽ പോകുന്നതിലും ബൈബിൾ പാരായണത്തിലൊക്കെ ഞാൻ ഇച്ചിരി വീഴ്ചകൾ വരുത്തി. അത് കഴിഞ്ഞ് ഞാൻ ഒരു കൺട്രിയിലേക്ക് പോകാനുള്ള പ്രോസസ്സ് തുടങ്ങി. എനിക്ക് ഓഫർ ലെറ്റർ വന്നു. ഇൻ്റർവ്യൂ എല്ലാം ഞാൻ പാസ്സായി. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കിങ്ങനെ മനസ്സിൽ നിന്ന് ആരോ പറയുന്ന പോലെ തോന്നും, നീ ഈ വിസ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്താൽ നിനക്ക് എന്തൊക്കെയാണ് റിജക്ഷൻ വരുമെന്ന്. അങ്ങനെ ഞാൻ ഞാൻ ബൈബിൾ വായിക്കുമ്പോൾ മാത്രമാണ് എനിക്ക് ഈ അറിവ് കിട്ടുന്നത്. അപ്പോൾ ഞാനത് ദൈവഹിത പ്രകാരം ഞാൻ ആ വിസ പ്രോസസ്സിങ് സ്റ്റോപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് വേറൊരു കൺട്രി ഞാൻ നോക്കി. ആ കൺട്രിയിലേക്കും എനിക്ക് ഓഫർ ലെറ്റർ വന്നു. ഞാൻ വിസ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാറായപ്പോൾ എൻ്റെ ചേട്ടൻ്റെ വൈഫും അവരും UK അപ്പോൾ അവർ പറഞ്ഞ്, നീ എന്തുകൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത്, ഞങ്ങളുടെ അടുത്ത് UK വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കൂടെ റിസർച്ചും കാര്യങ്ങൾക്ക് ശേഷം ഞാൻ UK യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്ത് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ എനിക്ക് UK ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓഫർ ലെറ്റർ വന്നു. UK യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് അൺകണ്ടീഷണൽ ഓഫർ ലെറ്ററാണ് വരുന്നത്. അപ്പോൾ നമുക്കത് കണ്ടീഷണൽ ഓഫർ ലെറ്റർ ആണെങ്കിൽ നമ്മൾ അവരുടെ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ എനിക്ക് ഓഗസ്റ്റ് 4-ാം തീയതിയാണ് ഡേറ്റ് കിട്ടിയത്. ഡേറ്റ് കിട്ടി അവർ പറഞ്ഞ് 3:30-ക്കും 7:30-ക്കും ഇടയ്ക്കാണ് എനിക്ക് ഇൻ്റർവ്യൂ നടക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ 3 മണി തൊട്ട് 7:30 വരെയും എൻ്റെ റൂമിൽ എൻ്റെ ലാപ്ടോപ്പ് ഓൺലൈൻ ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ ഞാൻ ലാപ്ടോപ്പിലും ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച്, അതുപോലെ തന്നെ നാവിൽ ഞാൻ എണ്ണ കൊണ്ട് കുരിശും വരച്ച് വിശ്വാസ പ്രമാണം പ്രാർത്ഥിച്ചാണ് ഞാൻ ഇരിക്കുന്നത്. 7:30 ആയിട്ടും എനിക്ക് മാത്രം ഇൻ്റർവ്യൂ നടക്കുന്നില്ല. അപ്പോൾ എൻ്റെ ഏജൻസിയിലുള്ളവർ എന്നെ വിളിച്ച് ചോദിക്കും, നിൻ്റെ ഇൻ്റർവ്യൂ നടന്നു. അപ്പോൾ ഞാൻ പറയും, എൻ്റെ മാത്രം നടക്കുന്നില്ലെന്ന് പറയും. അങ്ങനെ അവർ പറയും, നീ വെയിറ്റ് ചെയ്യ്, ചിലപ്പോൾ നടക്കുമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പം അവരൊന്ന് മെയിൽ അയച്ച് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെയും ഞാൻ കൊന്ത ചെല്ലാനും വിശ്വാസ പ്രമാണം ചെല്ലാനും സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ 8:15-8:30 ആയപ്പം എനിക്ക് കോളേജിൽ നിന്ന് ഒരു മെയിൽ വന്നു, നിൻ്റെ നമ്പർ ഇത് തന്നെയാണോ എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ ഞാൻ അതിന് റിപ്ലൈ കൊടുത്തു. സാധാരണ ഒരു ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ 1/2 മണിക്കൂർ തൊട്ട് 45 മിനിറ്റ് വരെയാണ് ഇൻ്റർവ്യൂ നടക്കുന്നത്. പക്ഷേ എൻ്റെ കാര്യത്തിൽ എനിക്ക് 8:45 ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ കാര്യത്തിൽ 10 മിനിറ്റ് കൊണ്ട് ഇൻ്റർവ്യൂ കഴിഞ്ഞു. അങ്ങനെ ഇൻ്റർവ്യൂ ഞാൻ പാസ്സായി. എനിക്ക് അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ വന്നു. അത് കഴിഞ്ഞ് വിസ പ്രോസസ്സിംഗ് ആണ്. എനിക്ക് വിസ സബ്മിറ്റ് ചെയ്യാൻ ഡേറ്റ് കിട്ടിയത് സെപ്റ്റംബർ 8-ാം തീയതിയാണ്. സെപ്റ്റംബർ 8-ാം തീയതി എന്ന് പറഞ്ഞാൽ നമ്മുടെ പരിശുദ്ധ അമ്മയുടെ ഫീസ്റ്റ് ഡേ ആണ്. അപ്പോൾ തന്നെ എനിക്ക് ഉറപ്പായി അമ്മ എൻ്റെ കാര്യം ഏറ്റെടുത്തുന്നുണ്ട്. കാരണം അമ്മയുടെ ഡേറ്റിലാണല്ലോ ഞാൻ വിസ സമർപ്പിക്കുന്നത്. അങ്ങനെ ഞാൻ വിസയ്ക്ക് വെച്ച് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് ഞാൻ ബൈബിൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തീരുമാനമെടുത്തു, എനിക്ക് വിസ അപ്രൂവായി കിട്ടിയാലും ഇല്ലെങ്കിലും ഞാൻ ഉറപ്പായിട്ടും ജോസഫ് അച്ഛൻ്റെ അടുത്ത് വന്ന് അനുഗ്രഹം മേടിച്ചിട്ടേ ഞാൻ വിദേശത്ത് പോകുകയുള്ളൂ എന്നുള്ളത്. അങ്ങനെ ഒരു ദിവസം ഞാൻ വിശുദ്ധ ഗ്രന്ഥ പാരായണവും പ്രാർത്ഥനയും കഴിഞ്ഞ് കിടക്കുമ്പോൾ എനിക്കൊരു സ്വപ്നത്തിൽ കണ്ടു, ജോസഫ് അച്ഛൻ്റെ അടുത്ത് വന്ന് ഞാൻ ഇവിടെ വന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ച് അനുഗ്രഹം മേടിക്കുന്നത്. അങ്ങനെ സെപ്റ്റംബർ 19 അവർ സാധാരണ വിസ വരുന്നത് 10 തൊട്ട് 12 ദിവസത്തിനിടയ്ക്കാണ്. എനിക്ക് 10-ാം ദിവസമാണ് 19-ാം തീയതിയാണ്. 17-18 ദിവസങ്ങൾ എന്നെ ഇങ്ങനെ ഏജൻസിക്കാരെ വിളിച്ചുകൊണ്ടിരിക്കുന്നു, നിനക്ക് വിസ വന്നോ എന്നുള്ളത്. അപ്പോൾ 19-ാം തീയതി എന്ന് പറഞ്ഞാൽ ഫ്രൈഡേ ആണ്. അപ്പോൾ ഏജൻസിക്കാർ ഇനി നോക്കണ്ട, ഇനിയിപ്പോൾ നെക്സ്റ്റ് വീക്കേ വരുള്ളൂ. അപ്പോൾ ഇനി കോളേജ് ജോയിൻ ചെയ്യാനുള്ള ദിവസം അടുത്ത് വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഞാനൊരു ചൊവ്വാഴ്ച ഉടമ്പടി ധ്യാനം കൊണ്ടിരിക്കുമ്പോൾ അച്ഛനിങ്ങനെ പറഞ്ഞായിരുന്നു, പുതിയതായിട്ട് ഉടമ്പടി എടുത്തവർ പഴയ ഉടമ്പടി ധ്യാനവും കാണണമെന്നും അതും നമ്മളെ വളരെയധികം പ്രയോജനപ്പെടുത്തുമെന്നുള്ളൂ. അങ്ങനെ ഞാൻ എല്ലാ ദിവസവും അച്ഛൻ്റെ ഓരോ ഉടമ്പടി ധ്യാനവും കാണാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ ഞാനിങ്ങനെ ഉടമ്പടി ധ്യാനം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് മെയിൽ വന്നു, എനിക്ക് വിസ അപ്രൂവ് ആയെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാനിപ്പോൾ ഒക്ടോബർ 2-ാം തീയതി വൈകിട്ട് ഞാൻ UK പോവുകയാണ്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞാൽ ഞാൻ ഉടമ്പടിയിൽ വീഴ്ച വരുത്തിയത്, ഞാൻ ഒത്തിരിയേറെ വീഴ്ച വരുത്തി. കാരണം ഞാൻ പ്രാർത്ഥനയിൽ വളരെ പിന്നോട്ട് പോയി. അങ്ങനെ ഞാൻ 2-ാമത് ഓഗസ്റ്റിൽ ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ ഞാൻ കൊന്തയിലാണെങ്കിൽ എനിക്ക് മടിയായിരുന്നു. ഞാൻ അത് കഴിഞ്ഞ് ദിവസം ഒരു 7-8 കൊന്തയെങ്കിലും ഇപ്പോൾ ചെല്ലും. പ്രത്യേകമായി 3 മണിക്കുള്ള 2 കൊന്തകൾ ഞാൻ മുടക്കാറില്ല. രാത്രി 3 മണിക്കും രാവിലെ 3 മണിക്കും വൈകിട്ട് ഉച്ചയ്ക്ക് 3 മണിക്കും ഞാൻ ഒരു കാരണവശാലും എൻ്റെ കൊന്ത ഞാൻ മുടക്കാറില്ല. പിന്നെ എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ പോകാറുണ്ട്. കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ ആദ്യം എനിക്ക് പത്രം കൊടുക്കാനൊക്കെ ചെറിയ മടിയായിരുന്നു. ഞാൻ പത്രം കൊടുത്തുകൊണ്ടിരുന്നത് ഒന്ന് തീർക്കുക എന്ന രീതിയിൽ ഞാൻ കടകളിൽ അവിടെ ഇവിടെ കൊണ്ട് കൊടുക്കുമായിരുന്നു. പക്ഷേ ഞാൻ ഒരു ദിവസം എൻ്റെ വീട്ടിലേക്ക് സാധനം മേടിച്ചപ്പോൾ എനിക്ക് ഞാൻ മേടിച്ച സാധനത്തിലാണ് എനിക്ക് പത്രം പൊറിഞ്ഞ് കിട്ടിയത്. അന്ന് ഞാൻ തീരുമാനമെടുത്തു, ഇനി ഒരിക്കലും ഞാൻ കടകളിലും അനാവശ്യ സ്ഥലത്തും കൊണ്ട് പത്രം കൊടുക്കത്തില്ല. ഞാൻ പിന്നെ എല്ലാ ഓട്ടോ സ്റ്റാൻഡുകളിലൊക്കെയാണ് പത്രം കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ ഒരു തീർത്ഥാടന പള്ളിയിൽ പോയപ്പോൾ എനിക്ക് ഒരു കെട്ട് പത്രം കിടന്ന് കിട്ടി. അതൊക്കെ ഞാൻ എത്തിക്കുന്ന കറക്റ്റായിട്ടുള്ള ആളുകളെ തന്നെ എത്തിക്കുകയും എല്ലാവരും കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്.
പിന്നെ ഞാൻ പ്രത്യക്ഷണ പ്രാർത്ഥനയും സായാഹ്ന പ്രാർത്ഥന ചെല്ലുമ്പോഴൊക്കെ എൻ്റെ പാസ്പോർട്ട് കൈപ്പിടിച്ച് അതിൽ വിശുദ്ധ തൈലം കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും പ്രത്യേകം നന്ദി പറയുന്നു. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 15-16 തിരുവചനങ്ങൾ. എനിക്ക് ദയ തോന്നുന്നവരോട് ഞാൻ ദയ കാണിക്കും, എനിക്ക് അനുകമ്പ തോന്നുന്നവരോട് അനുകമ്പയും എന്ന് അവിടുന്ന് മോശയോട് അരുളി ചെയ്യുന്നു. അതുകൊണ്ട് മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം.